എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മന്തി മസാലയാണ്. ഈ ഒരു മസാല വീടുകളിൽ പൊടിച്ചു വെക്കുവാണെങ്കിൽ ഇനിയിപ്പോ കടകളിലേക്ക് പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ മിക്ക വീടുകളിലും ഇപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ മന്തി. കാരണം മന്തി ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. എല്ലാവരും കൂടുതലായിട്ടും ഇപ്പോൾ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതും മന്തി തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത തവണ മന്തി ഉണ്ടാക്കാനായിട്ട് മസാലപ്പൊടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യം എടുക്കാനുള്ള അളവില് ഉണ്ടാകും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് മന്തി മസാല നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത് കൂട്ടുകാരെ. ഇനി നമുക്ക് മന്തി മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ പാനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ചുവട് കട്ടിയുള്ള പാൻ എടുക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക് പാൻ എടുക്കാതെ ഇതുപോലെ ഓട്ടുരുളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം അയൺ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇന്നത്തെ മന്തി മസാലയ്ക്ക് ഞാൻ ഇതുപോലെ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സ്പൂണാണ്. ഇനി ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനിവിടെ അളന്നെടുക്കാനും പോകുന്നത്. നമ്മൾ ഇതുപോലെ മസാലകളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് മസാലക്കൂട്ട് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചൂടായ പാനിലേക്ക് ആദ്യമേ ചേർക്കുന്നത് പെരിഞ്ചീരകമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് പെരിഞ്ചീരകം എടുക്കുന്നത്. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ആദ്യമേ നമുക്ക് പെരിഞ്ചീരകം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പെരിഞ്ചീരകം 30 ഗ്രാം അളവാണ് കേട്ടോ. പെരിഞ്ചീരകം ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും മുരിയിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് പെരിഞ്ചീരകം കോരി മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകവും 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയ ജീരകവും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ജീരകവും ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. നമ്മൾ കൂടുതൽ നേരം വറുത്ത് കഴിഞ്ഞാൽ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. ജീരകവും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കുരുമുളകാണ്. 3 ടേബിൾ സ്പൂൺ അളവിലാണ്. ഇനി കുരുമുളകും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. ഞാനിത് കഴുകിയൊക്കെ വെയിലത്തിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് അധികം ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. കുരുമുളകും ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കോരി മാറ്റാം. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മല്ലിയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലൊരു ഉണങ്ങിയ നാരങ്ങ ആവശ്യമായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും ചൂടാവില്ല, പുറം ഭാഗം മാത്രമാണ് ചൂടായി വരിക. അപ്പം മല്ലിയും ചൂടായി വന്നിട്ടുണ്ട്. മല്ലിയും കോരി മാറ്റാം. എല്ലാം 3 ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ ഇപ്പൊ ഇതുവരെയും എടുത്തിട്ടുള്ളത്. നാരങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്തപ്പോഴേക്കും ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു 3-4 ബേ ലീഫും കൂടെ ചേർക്കാം. ബേ ലീഫും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട എടുക്കുമ്പോൾ അതുപോലെ 2 കഷ്ണം എടുത്താൽ മതി കേട്ടോ. 10 ഗ്രാമാണ് വരിക. നമുക്ക് ഈ കറുവപ്പട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് ചേർക്കാം. കറുവപ്പട്ടയും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. കറുവപ്പട്ടയും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ. ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് വേണ്ടത്. ഗ്രാമ്പൂവും നമുക്കൊന്ന് ചൂടാക്കി മാറ്റാം. ഗ്രാമ്പൂവും ഫ്രൈ ആയി വന്നിട്ട് വീണ്ടും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കറുത്ത ഏലക്കയാണ് കേട്ടോ, ബ്ലാക്ക് കാർഡമം. ഇതുകൂടെ ചേർത്ത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മന്തി മസാല നമ്മൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഇതേ പാനിലേക്ക് തന്നെ ഒന്നും കൂടെ മാറ്റാം. എല്ലാം ഒന്നും കൂടെ ചട്ടിയുടെ ചൂടിൽ കിടന്ന് ഒന്നും കൂടെ പാകമായി വരട്ടെ. വറുത്തെടുത്ത മസാലയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളുടെ ചൂടൊന്ന് ആറി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിന്ന് വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും നമുക്കിത് പൊടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മസാലകളൊക്കെ വാങ്ങിച്ചു വെക്കുക. അതിനുശേഷം കുറേശ്ശെ
നമ്മൾ പൊടിച്ചെടുത്താൽ മതിയാകും. ഒറ്റയടിക്ക് തന്നെ പൊടിച്ചെടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞാനിവിടെ മസാലകൾ മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മന്തി മസാല ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത മസാല ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളിന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.